വെള്ളയിൽ പണിക്കർ റോഡിലുള്ള മാരുതി സർവീസ് സെന്ററിലാണ് തീപിടിച്ചത്. കാർ പെയിന്റിംഗ് ബൂത്ത് പൂർണ്ണമായി കത്തിനശിച്ചു. നാട്ടുകാർ ആദ്യ നിമിഷം മുതൽ രക്ഷാപ്രവർത്തനത്തിന് മുൻപിൽ. സർവീസ് സെന്ററിനോട് ചേർന്ന കയർഫെഡിന്റെ ഗോഡൌൺ, നിരവധി വീടുകൾ തീ പടരാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞതിനാൽ ഒഴിവായത് വൻ അപകടം. പെയിന്റിംഗ് ബൂത്ത് മാത്രമാണിത്. അതായത് കാർ പെയിന്റ് ചെയ്യുന്നതാണ്. അതിനോടനുബന്ധിച്ചുള്ള പുട്ടി വർക്കിന്റെ വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്താ സംഭവിച്ചതെന്ന്, ഷോർട്ട് സർക്യൂട്ട് ആണോ എന്താണെന്നുള്ള അറിയില്ല. പരിശോധിക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വിവരം അറിയിച്ചിട്ടും അഗ്നിരക്ഷാസേന എത്താൻ വൈകിയതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. വിളിച്ചു പറഞ്ഞപ്പോഴും ഇവിടെ വരുന്നത് എത്ര മണിക്ക് വെച്ചാൽ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഫയർഫോഴ്സ് വരുന്നത്. ഈ ഒരു സ്ഥാനത്തിലേക്ക് കത്തി പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ചൂടികളാണ്. ഈ ചൂടി കത്തി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് മൊത്തം ചെറിയ ചെറിയ വീടുകളാണ്. എന്താവും കാരണം നിരത്തിയ ഉദ്യോഗസ്ഥർ. ബീച്ച് സ്റ്റേഷനിൽ ആകെയുള്ള ഒരു ഫയർ യൂണിറ്റ് മീൻചന്ത, വെള്ളിമാടുകുന്ന് സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. ആദ്യത്തെ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പാവങ്ങാട് പോയിരിക്കുകയായിരുന്നു. ബീച്ചിലുള്ള ഒരു യൂണിറ്റ്. അവിടെ സ്വാഭാവികമായിട്ട് ഫയർ ഉണ്ടാകുമ്പോൾ അവിടേക്കാണല്ലോ നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുക. ശേഷം തൊട്ടടുത്തുള്ള ഇവിടെ കോൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനായ വെള്ളിമാടുന്ന് മീൻചന്തയും നമ്മൾ കോൾ അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് സ്വാഭാവികമായിട്ടും വണ്ടി എത്താനുള്ള ഒരു സമയം എടുത്തിട്ടുണ്ടാവും. നഗരമധ്യത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായാൽ അത് കെടുത്താൻ ഒരു കൃത്യമായ സൗകര്യം ഇല്ലാന്നതാണല്ലേ? ഒരു യൂണിറ്റ് കൊണ്ട് സാധിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ സാധിക്കും. അതെന്തായാലും ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ അംഗബലം മുഴുവൻ ഉപയോഗിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. ബാക്കി സ്റ്റേഷനിൽ നിന്നുള്ള ആളുകളോട് ചേർന്ന് വരുമ്പോൾ തീർച്ചയായും ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ തീർച്ചയായും അത് പൂർത്തീകരിക്കും. കാർ സർവീസ് സെന്ററിലെ തീപിടുത്തത്തിന്റെ കാരണം പരിശോധിച്ചു വരുന്നു. നാശനഷ്ടത്തിന്റെ തോതും കണക്കാക്കി വരികയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.